രാജ്യം കണ്ട എക്കാലത്തെയും ഏറ്റവും നല്ല 3 മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പിന് 3 മണി 4 മണിക്കാണ് അത് തീരുന്നത്. അതിന് കാരണം അവസാനത്തെ പരാതിക്കാരൻ്റെ പ്രശ്നവും നേരിട്ട് കണ്ട് പരിഹരിച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാവൂ എന്ന ഉമ്മൻചാണ്ടിയുടെ നിർബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കഠിനാധ്വാനവും അർപ്പണബോധവും അത് കുടുംബത്തിന് വേണ്ടിയല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി. ഇത് നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിൽക്കാലത്ത് പൂർണ്ണമായും അസത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായ ആ ആരോപണം ഉന്നയിച്ചവർ പോലും അത് സമ്മതിച്ച ഒരു പരാതിയുടെ വിചാരണയ്ക്ക് വേണ്ടി 14-15 മണിക്കൂറോളം ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാട്ടിലെ വ്യവസ്ഥിതിയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അനുഭവം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ച് അന്വേഷണങ്ങൾ അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം തന്നെ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് സംഭവിക്കുക. പക്ഷേ അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷന് മുമ്പിൽ നീണ്ട മണിക്കൂറുകളോളം ഇരുന്നു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ കുലീനതയാണ്, മാന്യതയാണ്. ശത്രുക്കളോട് പോലും സംസാരിക്കുമ്പോഴും അദ്ദേഹം പുലർത്തിയിരുന്ന മാന്യതയാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് ആൾക്കാരെ നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് നമുക്ക് നന്നായി മനസ്സിലാകും. പരന്നാറി, കുലംകുത്തി, കടക്കപ്പുറത്ത് ഇത്തരം വാക്കുകൾ ഉമ്മൻചാണ്ടിയുമായി ചേർത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ വ്യത്യാസം. നന്നായി ആളുകളോട് ഇടപഴകുന്ന വ്യക്തിയായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു അഴിമതി ആരോപണവും എവിടെ നിന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നിട്ട് പോലും ആ വ്യക്തിക്കെതിരെയോ ഉമ്മൻചാണ്ടിക്കെതിരെയോ അങ്ങനെ ഒരു ആരോപണവും എവിടെ നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴെങ്കിലും നമ്മളതിങ്ങനെ ഓർമ്മിക്കണം മലയാളി, അല്ലെങ്കിൽ അത് ആ മനുഷ്യനോടുള്ള നന്ദികേടാവും. മറ്റ് 2 പേർ കൂടിയുണ്ട്, അത് ആരെന്ന് എനിക്കറിയില്ല. ആ സ്പേസ് ഞാൻ ഇവിടെ വിടുന്നു. ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കാൻ യോഗ്യരായ മറ്റു 2 പേരെ അറിയുന്നവർക്ക് ആഡ് ചെയ്യാം. സത്യത്തിൽ എനിക്കറിയില്ല. താങ്ക് യു.